അസ്സലാമു അലൈക്കും. ഡേയ്സി ചേച്ചി ഇങ്ങനെ ഓടിപ്പിടിച്ച് വന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സുഹറക്ക് മുന്നിലൂടെ ചെന്ന് വാതിൽ ചേർത്തടച്ചുകൊണ്ട് ചാവി ഉപയോഗിച്ച് വാതിൽ ഭദ്രമാക്കി അടച്ചു വെച്ചു. കീ കയ്യിൽ എടുത്ത് ഡേയ്സി ചേച്ചി ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ശ്വാസം കിട്ടാതെ ഡേയ്സി ചേച്ചി ആ ചുമരിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ കിതപ്പടക്കി. ഇതെല്ലാം കണ്ട് എന്താ സംഭവമെന്നറിയാതെ സുഹറ അമ്പരന്ന് നിന്നു. ഡേയ്സി ചേച്ചി ഒരുവിധം ശരിയായി എന്ന് തോന്നിയതും എന്താ സംഭവം എന്ന് ചോദിച്ചു പോയി സുഹറ. എൻ്റെ പൊന്നു മോളെ, അയാളിനി പറയാൻ ബാക്കിയൊന്നുമില്ല. അയാളുടെ റൂം തുറന്ന് നോക്കിയതാണ് പ്രശ്നമായത്. ഏത് പെണ്ണാണ് എൻ്റെ റൂമിൽ കയറി ഫോട്ടോ എടുത്ത് നോക്കുന്നത്? ഇറങ്ങിപ്പോവാൻ പറ അവളോട് എന്നൊക്കെ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാന് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഓ എൻ്റെ ദൈവമേ, വരാമെന്ന് പറഞ്ഞിരുന്ന അയാളെ ഇനി വരുന്നില്ല പോലും. ആ ഉമ്മ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ഡേയ്സി ചേച്ചി കിതപ്പടക്കിക്കൊണ്ട് പറഞ്ഞ സുഹറയെ നോക്കി. അല്ല, ഞാൻ അയാൾ മുറിയിൽ കയറിയത് എങ്ങനെ അറിഞ്ഞു? സുഹറ സംശയഭാവത്തോടെ ചേച്ചിയെ നോക്കി. ഓ, ഒന്നും പറയണ്ട, ഇവിടെ മുഴുവനും ക്യാമറ ആണ് പോലും. അയാൾ റൂമിൽ ഈ വരാന്തയിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുണ്ട് മനുഷ്യരെ, കണ്ണിൽ ചോരയില്ലാതെ ഭാര്യ ഇട്ടിട്ട് പോയെന്ന് കരുതി സ്വന്തം ഉമ്മാനെ കരയിക്കണോ? അത് പറഞ്ഞുകൊണ്ട് പോകുന്ന ഡേയ്സി ചേച്ചിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് സുഹറ പിന്നാലെ നടന്നു. താഴെ ചെല്ലുമ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് എങ്ങോട്ടോ നോട്ടം ചെയ്ത് നിൽക്കുന്ന ഉമ്മയാണ് കാണുന്നത്. എന്തോ ആലോചനയിലാണ്. ഇനി അവർക്ക് തന്നോട് ദേഷ്യം കാണുമോ എന്ന ചിന്ത സുഹറക്കുണ്ടായി. ഞാൻ റൂമിൽ കയറിയതാണല്ലോ അയാൾക്ക് ദേഷ്യം വരാൻ കാരണം. സുഹറ അടുത്ത് ചെന്ന് നിന്നു. ഉമ്മ, മാപ്പാക്കണം. ഞാൻ ആ റൂം വൃത്തിയാക്കാലോ എന്ന് കരുതി മാത്രമാണ് അവിടെ കയറിയത്. ഒന്നും ചെയ്തത് കൂടെ ഇല്ല. ഏയ്, അത് സാരില്ല സുഹറ, അവൻ അങ്ങനെ ആണ്. വരാതിരിക്കാൻ ഓരോ കാരണങ്ങൾ തേടി നടപ്പായിരുന്നു. അവനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഇല്ല, ഈ വയസ്സായവളുടെ ആഗ്രഹം അവൻ നടത്തി തരില്ല. നാട്ടിലേക്ക് പോയാൽ ഇനി ഒരു മടക്കം എവിടേക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നാട്ടിലേക്ക് എൻ്റെ മയ്യത്ത് കാണാൻ പോലും അവൻ വരില്ല. വെറുത്ത് പോന്നതല്ലേ എൻ്റെ കുട്ടി. ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് സുഹറ ഒരു വേദനയോടെ നോക്കി നിന്നു. അങ്ങനെയൊന്നും ഇല്ല ഉമ്മ, നിങ്ങൾ പോകുന്നത് മുമ്പേ അദ്ദേഹം വരും, ഉമ്മയെ കാണും, എൻ്റെ മനസ്സ് പറയുന്നു. വിഷമിക്കണ്ട. നിനക്ക് എന്തറിയാം കുട്ടി അവനെക്കുറിച്ച്? ഒരുപാട് മോശം അനുഭവങ്ങൾ കാരണം മനസ്സ് കല്ലാക്കി മാറ്റിയതാണ് എൻ്റെ കുട്ടി. ഇപ്പോൾ ആരോടൊരു ദയവുമില്ല, കാരുണ്യവും. സ്വന്തം ഉമ്മയോട് പോലും. അത്രയും എല്ലാവരും ചേർന്ന് അവനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. മാമി, മാമി! അല്ലാ, കുഞ്ഞി ഇപ്പോൾ കട്ടിലിൽ നിന്നും ഉരുണ്ട് ചാടും. സുഹറ ഓടിപ്പോയി കുഞ്ഞിയെടുത്തു. അവൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ സുഹറയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. സുഹറയുടെ മനസ്സപ്പോഴും ഉമ്മ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഹാളിലെ ബഹളം കേട്ടുകൊണ്ടാണ് കുഞ്ഞിയുമായി സുഹറ റൂമിൽ നിന്നും ഇറങ്ങി വന്നത്. അവളുടെ സംസാരം കേട്ട് ഇരിക്കുകയായിരുന്നു ജോലി. ഇത്രയും ഉച്ചത്തിൽ ഇവിടെ ആരാണ് സംസാരിക്കുക എന്നറിയാൻ ആണ് ഇറങ്ങി വന്നത്. കിടക്കുകയായിരുന്ന ഉമ്മയും ഉപ്പയും സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഇത്രയും സമയം കരഞ്ഞുകൊണ്ടിരുന്ന ഉമ്മയുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ തിളങ്ങുന്നുണ്ട്. പൊട്ടിച്ചിരിക്കുന്ന ഉമ്മ. വന്ന് ഇത്രയും ദിവസങ്ങൾക്കപ്പുറം ആദ്യമായാണ് ഉമ്മയുടെ ഒരു ഭാവം കാണുന്നത്. ഉപ്പ അപ്പോഴും പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്നുണ്ട്, എന്നാലും മുഖത്ത് തെളിച്ചുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളെ കാണാൻ വേണ്ടി സുഹറ ഒന്നുകൂടി മുന്നിലേക്ക് കയറി നിന്നു. ഉമ്മാക്കും ഉപ്പാക്കും എതിരെയുള്ള സോഫയിൽ ഇരിക്കുന്ന ഒരു 50 വയസ്സിനടുത്ത് പ്രായം വരുന്ന, അധികം തടിയില്ലാത്ത, നീളമുള്ള ഒരാൾ. പാൻറ്റും ഷർട്ടും കോട്ടുമാണ് വേഷം. താടിയും മിഷ്യവും ഒന്നുമില്ല. ശബ്ദമാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അയാളെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് ഡേയ്സി ചേച്ചി കുടിക്കാനുള്ള ജ്യൂസുമായി വരുന്നത് കണ്ടത്. മുഖത്ത് അത്രയും തെളിച്ചമില്ല. ജ്യൂസ് മുന്നിൽ കൊണ്ട് കൊടുക്കുന്നതും അയാൾ ഡേയ്സി ചേച്ചിയെ വിടർന്ന കണ്ണുകളോടെ നോക്കുന്നതും എന്തോ ചോദിക്കുന്നതുമാണ് കണ്ടത്. ഡേയ്സി ചേച്ചി പക്ഷേ ഒരു മൂളയിൽ മറുപടി ഒതുക്കി തിരിച്ചു നടന്നു. പോകുന്ന വഴിയിലാണ് സുഹറ അവിടെ നിൽക്കുന്നത് കാണുന്നത്. കണ്ണുകൾ കൊണ്ട് രാജ്ഞ പോലെ കൂടെ ചെല്ലുവാൻ വിളിച്ചു. അത് മനസ്സിലാക്കിയിട്ടെന്തോ സുഹറ ഡേയ്സി ചേച്ചിയുടെ പിന്നാലെ തന്നെ നടന്നു. കുഞ്ഞി! പുറകിൽ നിന്നുമുള്ള അയാളുടെ ശബ്ദം സുഹറയെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അത്രയും സമയം അയാൾ അവരെ കണ്ടിട്ടില്ലായിരുന്നു. തൻ്റെ ഇടുപ്പിലിരിക്കുന്ന കുഞ്ഞിനെ സുഹറ താഴെ ഇറക്കി വെക്കാൻ നോക്കി. പക്ഷേ കുഞ്ഞി അയാളെ കണ്ടതും ഒന്നുകൂടി മുറുകെ ഇരുന്നതേയുള്ളൂ. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കുട്ടി നിലത്തിറങ്ങിയില്ല. അത് കണ്ടതും അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. ആരെ ഇത്താത്ത ഇത്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയാൾ സംശയത്തോടെ ചോദിക്കുന്നത് കേട്ടു. ഉമ്മയെ ഇത്താത്ത എന്ന് വിളിക്കുന്നത് കേട്ടതും
സുഹറയ്ക്ക് ഡെയ്സി ചേച്ചി പറഞ്ഞത് ഓർമ്മ വന്നു. ഉമ്മയുടെ ആങ്ങള കാണാൻ വരുമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, അയാളാവുമെന്നവൾ ഊഹിച്ചു. ആ അലി, അത് കുട്ടികളെ നോക്കാൻ വന്ന പുതിയ ആയയാണ്. ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സുഹറ? ആ ഓർമ്മയുണ്ട്, പക്ഷെ ഇത്രയും ചെറിയ പെണ്ണാവുന്നെന്ന് ഞാൻ ഓർത്തില്ല. അയാളൊരു അർത്ഥം വെച്ചു പറഞ്ഞുകൊണ്ട് സുഹറയെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. അയാളുടെ നോട്ടം കണ്ടതും സുഹറയ്ക്ക് എന്തോ പോലെ തോന്നി. അവൾ തല താഴ്ത്തി നിന്നു. അവരുടെ അടുത്തേക്ക് വന്നതും സുഹറയുടെ ഇടുപ്പിൽ ഇരിക്കുന്ന കുഞ്ഞിനെ അയാൾ ബലമായി തന്നെ എടുത്തു. അയാളുടെ കൈകൾ സുഹറയുടെ ശരീരത്തിൽ തട്ടിയപ്പോൾ സുഹറ പിഴഞ്ഞു മാറിക്കളഞ്ഞു. അയാളുടെ കൈകളിലെത്തിയതും കുഞ്ഞി കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. സുഹറ അവളെ എടുക്കാൻ പലതവണ കൈകൾ ഉയർത്തിയെങ്കിലും അയാൾ കൊടുത്തില്ല. കുഞ്ഞ് കരയുന്നത് അയാൾ ചിരിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. കരഞ്ഞു കുഞ്ഞിന് ശ്വാസം പോലും കിട്ടുന്നില്ല എന്നായപ്പോൾ സുഹറയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. തനിക്ക് നേരെ കൈകൾ ഉയർത്തി കരയുന്ന കുഞ്ഞിനെ ബലമായി വലിച്ചെടുത്തുകൊണ്ട് തൻ്റെ തോളിലേക്ക് ചായച്ചു കിടത്തി. തോളിൽ കിടന്ന് ഏങ്ങിക്കരിയുന്ന കുഞ്ഞെ സമാധാനിപ്പിച്ചുകൊണ്ട് സുഹ്റ അയാളെ കൂർപ്പിച്ചു നോക്കി. ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന സുഹ്റയെ കണ്ടയാൾ ഒന്ന് ചിരിച്ചു. വെട്ടിത്തിരിഞ്ഞ് നടന്നകുന്ന സുഹ്റയുടെ ശരീരത്തിൽ ആയിരുന്നു അയാളുടെ കണ്ണുകൾ. അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഡെയ്സി ചേച്ചി പിറുപിറുക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തിലാണ്. കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തെറിയുന്നു. സുഹ്റ അടുത്ത് വന്നത് കുഞ്ഞിനെ അടുക്കളയിലുള്ള ടേബിളിൽ ഇരുത്തിയതോ ഒന്നും അറിഞ്ഞിട്ടില്ല. സുഹറയ്ക്ക് അവരുടെ പ്രവൃത്തികൾ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ കണ്ണുകളിൽ കണ്ട ഭാവം അവളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ഭയത്തെ പുറത്തേക്ക് ഒഴുക്കിവിട്ടു. ഓ, എന്തൊരു മനുഷ്യനാണ്! ഇനി എത്ര ദിവസം സഹിക്കണം ദൈവമേ അയാളെ! പറഞ്ഞു കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന സുഹ്റയെ ഡെയ്സി കണ്ടത്. ദേ പെണ്ണേ, ആ വന്നിരിക്കുന്ന ആളുടെ അടുത്തൊന്നും പോയി നിൽക്കല്ലോ. ആളത്ര നല്ലതല്ല. കേൾക്കുന്നുണ്ടോ നീ? ഈ കുഞ്ഞിനെ പോലും അയാളുടെ അടുത്ത് നിർത്തണ്ട. അത്രയ്ക്കും വൃത്തികെട്ടവനാ. കേൾക്കുന്നുണ്ട് ചേച്ചി. പോകുന്നത് വരെ ഞാൻ സൂക്ഷിച്ചോളാം. ആ, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലാതെ എന്തേ? ഒരമ്മയെപ്പോലെ തലോടിയിട്ട് ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ? സുഹറക്ക് ഡെയ്സിയോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നി. വീടിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ആഫി മുറ്റത്തെ പാർക്കിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ നോക്കി. അവർക്കൊപ്പം കളിച്ചും ചിരിച്ചും ശ്വാസിച്ചും കൂടെ നിൽക്കുന്ന സുഹറയെ കണ്ടതും എന്തിനെന്നില്ലാതെ അഫിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടികൾ അവളുടെ കൂടെ എന്ത് സന്തോഷത്തിലാണ്! ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നാലും തൻ്റെ അടുത്തേക്ക് അവർ വരാറേയില്ല. അങ്ങോട്ട് അന്വേഷിച്ച് പോയാലും അവർ ഒന്ന് ചിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ കരുതിയ മിഠായി വാങ്ങി അവർ കളി തുടരും. ഇപ്പോൾ പഴയ കുരുത്തക്കേടുകളില്ല, വാശിയില്ല, അങ്ങനെ ഒന്നും തന്നെയില്ല. ഒരു ഉമ്മ നോക്കുന്നത് പോലെയാണ് സുഹറ അവരെ നോക്കുന്നത്. പെറ്റ വയറുള്ള എന്നിൽ നിന്ന് കിട്ടാത്തത് അവർ സുഹറയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സുഹറ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഹഫിയെ കാണുന്നത്. അവൾ ഹഫിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ ആളതൊന്നും അറിയാതെ വേറെ ഏത് ലോകത്താണെന്ന് കണ്ടതും കുഞ്ഞിയുടെ ചെവിയിൽ സ്വകാര്യമായി ഉമ്മയെ വിളിച്ചു കൊണ്ടുവരാനായി പറഞ്ഞു. കളിക്കുന്നതിനിടയിൽ അവൾക്ക് മടിയായി. ഞാൻ പോവില്ല എന്ന് ചുണങ്ങി ആ കുറുമ്പി. ഉമ്മിയും വരും കളിക്കാനെന്ന് പറഞ്ഞതും ആവേശത്തോടെ കണ്ണുകൾ ഉരുട്ടി ആണോ എന്ന് ചോദിച്ചവൾ. അതേ എന്ന് സുഹറ ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടിയതും കുഞ്ഞ് ഓടിപ്പോയി. ഉമ്മി വാ, കളിക്കാൻ വാ. ഇല്ല മോളെ, മോൾ പോയി കളിച്ചോ. മാമി പറഞ്ഞല്ലോ ഉമ്മി വരുമെന്ന്. വാ ഉമ്മി. അഫി അത് കേട്ടതും തങ്ങളെ നോക്കി ചിരിയോടെ ഇരിക്കുന്ന സുഹറയെന്ന് നോക്കി. വാ എന്നവൾ തലകൊണ്ട് കാണിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് അഫി അവർക്കരികിലേക്ക് നടന്നു. പയ്യന്മാർ രണ്ടും അഫി വന്നതൊന്നും അറിഞ്ഞില്ല. കളിയോട് കളിയാണ്. അവിടെ ഇരുന്നു കൊണ്ട് അഫി അവരെ നോക്കി. സന്തോഷം മാത്രം എൻ്റെ മക്കളെ മുഖത്തുള്ളതെന്നറിഞ്ഞതും അവൾക്ക് സന്തോഷമായി. സുഹറ, നീ വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? വിളിച്ചു ഉമ്മി. ആമിയോട് സംസാരിച്ചു. അവൾക്കവിടെ പശുവുമ്പുണ്ടെന്ന്. ചോദ്യം സുഹറയോടായിരുന്നെങ്കിലും ഉത്തരം പറഞ്ഞത് കുഞ്ഞിയായിരുന്നു. അവരിപ്പോൾ നല്ല കൂട്ടാണ്. തന്നോട് സംസാരിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ആമി സംസാരിക്കുന്നത് കുഞ്ഞോടാണ്, പിന്നെ അവരോടും. ഇക്കുമാരാണ് അവർ. എന്നും എൻ്റെ കൂടെ വിളിച്ചങ്ങനെ ശീലമായതാണ്. അപ്പോഴേക്കും കുഞ്ഞിയുടെ വായിലെ ആമിക്കഥകൾ തീർന്നില്ല. ആമി നിന്നെ കാണാതെ വിഷമിക്കില്ലേ സുഹറ? നിനക്ക് സങ്കടമില്ലേ ഇത്തിരിയുള്ള കുഞ്ഞിനെ വിട്ടു നിൽക്കാൻ? എൻ്റെ ഹൃദയം മുറിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീർ അത്രത്തോളം എന്നെ തളർത്തിയിരുന്നു. പക്ഷെ അവൾക്ക് വയറ്റിൽ കിടക്കുമ്പോഴേ അതിജീവിക്കാനുള്ള പാഠങ്ങളും ഞാൻ നൽകി. പോയ വഴികളും കേട്ട് വളർന്നത് കൊണ്ടോ എന്തോ സാഹചര്യം മനസ്സിലാക്കാൻ എൻ്റെ മോൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ സങ്കടങ്ങളെ
അവളെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അനിയത്തിയാണ് പറഞ്ഞത്, അസീന വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ തല്ലിയിരുന്നു. അവൾക്ക് ആമയെ കണ്ണെടുത്തൽ കണ്ടൂടാ, എപ്പോഴും ആമയെ ഉപദ്രവിക്കുമെന്ന്. പക്ഷെ ആമ പറഞ്ഞു ഉപ്പയോട്, എന്നെ മാമി തല്ലിയ കാര്യം ഞാൻ ഉമ്മയോട് പറയില്ല എന്ന്. എൻ്റെ ഉമ്മയ്ക്ക് സങ്കടമാവുമെന്നൊക്കെ. അത്രത്തോളം എൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ഇരിക്കാനുള്ള കഴിവ് പോലും ഉണ്ടെന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ അത്രയും പറഞ്ഞതും സുഹ്റയുടെ കണ്ണുകൾ നിറഞ്ഞു. പറയാൻ വാക്കുകൾ പോലും കിട്ടാതെയായി. ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അഫിക്ക്. എൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ അരികിലുണ്ടായിരുന്നിട്ട് പോലും ഞാൻ അവരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു അവൾ ചിന്തിച്ചത്. സുഹ്റക്കറിയോ, ഈ കുട്ടികളെ ഞാൻ പ്രസവിച്ചു എന്നല്ലാതെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. ജോലിയുടെ പുറകെയായിരുന്നു അവർ. ഉമ്മാക്കോ ഉപ്പാക്കോ ഒപ്പം നാട്ടിൽ. ഞാനിവിടെ കുറച്ചേ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. ജോലി ജോലി എന്ന് മാത്രം ചിന്ത. ഇവിടെ മാമന് ബിസിനസ് ശ്രദ്ധിക്കാതെ നടക്കാൻ തുടങ്ങിയ അന്നു മുതൽ എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഓരോ ആയമാർ മാറി മാറി വന്നു. ഉമ്മാക്ക് 100 കുറ്റങ്ങളായിരുന്നു. കുട്ടികൾക്കും അവരെ ഇഷ്ടമാവുന്നില്ല എന്ന് കാണുമ്പോൾ ഒഴിവാക്കും. പക്ഷേ ഇപ്പോൾ സുഹ്റ, അവർക്ക് ഞാൻ കൊടുത്ത സ്നേഹം സംരക്ഷണം കൊടുക്കാത്ത അതൊക്കെ നീ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വാശി പോലും ഇല്ല. അവർ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ തിരക്കുകളും ടെൻഷൻ കാരണം അവരെ അകറ്റി നിർത്തി ഇരുന്നു. ഇപ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലില്ല. സുഹ്റ അവരെ നല്ലപോലെ നോക്കുന്നത് കൊണ്ടല്ലേ. സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയും. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അഫിയുടെ ഉള്ളിൽ കുട്ടികൾ അവളുടെ അടുത്തേക്ക് ചെല്ലാതിരിക്കുന്നതിനുള്ള പരിഭവമാണെന്ന് സുഹ്റക്ക് മനസ്സിലായി. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം. ഡെയ്സി ചേച്ചിക്ക് ഒത്തിരി ജോലിയുണ്ട്, പോയി നോക്കട്ടെ. അഫിക്ക് മനഃപൂർവ്വം അവരെ വിട്ടുകൊടുത്തുകൊണ്ട് സുഹ്റ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ സുഹ്റ, പറയാൻ വന്നത് മറന്നു. ഞാൻ നാളെ രാവിലെ ടൂറ് പോകും. ബിസിനസ് ടൂറാണ്. ഞങ്ങൾ 2 പേരും പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് നിന്നോട് പറയണ്ടല്ലോ. പോകുന്ന വിവരം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇന്ന് മുതൽ കുട്ടികളെ റൂമിൽ കിടന്നാൽ മതിട്ടോ നീ. അല്ലെങ്കിൽ അവരെ സുഹ്റയുടെ റൂമിൽ കിടത്തിക്കോ. ഏയ് അത് വേണ്ട, അത് ചെറിയ റൂമല്ലേ, ഞാൻ അവിടെ കിടന്നോളാം. പക്ഷേ ഡെയ്സി ചേച്ചിയോടും കിടക്കാൻ പറ. ഒരു ബെഡ് നിലത്തിട്ടാൽ മതി, ഒറ്റയ്ക്ക് അവരെ കിടത്തണ്ട. എൻ്റെ ഓർമ്മയിൽ അഫി അത് പറഞ്ഞതും സുഹ്റയ്ക്ക് വലിയ ടെൻഷൻ ഒഴിവായി. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ ആണ് ആരോ തൻ്റെ എതിരെ വരുന്നത് സുഹ്റ കാണുന്നത്. മുഖം ഉയർത്തി ഒന്ന് നോക്കിയതും അലിയാണ് അവൾ കണ്ടത്. അയാളെ ശ്രദ്ധിക്കാതെ മുഖം താഴ്ത്തി നടത്തത്തിൻ്റെ വേഗത ഒന്ന് കൂട്ടി. അല്ല, അവിടെ ഒന്ന് നിന്നേ പെണ്ണേ. അയാളുടെ പിൻവിളി കേട്ട് സുഹ്റ നിൽക്കണോ വേണ്ടോ എന്നറിയാതെ പരുങ്ങി. കേൾക്കാത്ത പോലെ നടക്കാൻ ഭാവിച്ചതും അയാൾ വീണ്ടും വിളിച്ചു. എന്താ വിളിച്ചാൽ നിൽക്കാത്തത്? എന്നെ പരിചയമില്ലാത്തത് കൊണ്ടാവല്ലേ? പേടിക്കണ്ട, ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയിട്ടാണ് വന്നിട്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. തൻ്റെ കാര്യങ്ങളൊക്കെ ഇത്ത പറഞ്ഞറിഞ്ഞു. എന്താ ചെയ്യുക, കഷ്ടമാണ്. എനിക്ക് സങ്കടമായിട്ടോ എല്ലാം കേട്ടപ്പോൾ. ഇത്തിരി പോന്ന കുഞ്ഞിനെ വിട്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരാൺതുണ വേണ്ട പ്രായമല്ലേ. എന്തൊക്കെ മോഹങ്ങളുള്ള സമയമാണ്. ശരീരത്തിനും ആ ഉടച്ചിൽ മാത്രമേ കാണാനുള്ളൂ. സാരല്ല, നമുക്ക് ശരിയാക്കാം. അയാളുടെ വാക്കുകൾ കേട്ട് അറപ്പ് തോന്നി സുഹ്റയ്ക്ക്. അവളൊന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അലി അവളുടെ ചുമലിൽ കൈവച്ച് തടഞ്ഞു. അയാളുടെ കൈ തൻ്റെ ചുമലിൽ പതിഞ്ഞതും സുഹ്റ പൊള്ളിപ്പിടഞ്ഞു പോയി. വേദനയോടെ അവൾ അലിയുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖത്തെ വൃത്തികെട്ട ഭാവം കണ്ടതും സുഹ്റയ്ക്ക് അബ്ദുള്ളയെ ഓർമ്മ വന്നു. ഷാജഹാൻ്റെ കൂടെ താൻ കഴിച്ചു കൂട്ടിയ നിമിഷങ്ങൾ ഓർമ്മ വന്നു. അവളുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു തുടങ്ങി. അലിയുടെ കൈകൾ തൻ്റെ ചുമലിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് അവൾ അറിഞ്ഞു. അയാളുടെ വായിൽ നിന്ന് കൊതി പൂണ്ട് വെള്ളം വരുന്നതും അതയാൾ ഒരു വികാരത്തോടെ നൊട്ടി നുണയുന്ന ശബ്ദം കേട്ടതും സുഹ്റയ്ക്ക് സകല നിയന്ത്രണങ്ങളും നഷ്ടമായി. തൻ്റെ വായിലും ചെവിയിലും എന്തോ ചൂടുള്ള ഒന്ന് ഒഴുകി വരുന്നത് അലി പേടിയോടെ അറിഞ്ഞു. അപ്പോഴാണ് അലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. തൻ്റെ മുൻപിൽ രൗദ്രഭാവത്തോടെ നിൽക്കുന്ന സുഹ്റയെ കണ്ടയാൾ പല്ല് കടിച്ചു. തൻ്റെ കവിളിൽ പതിഞ്ഞ അവളുടെ കൈ ഇപ്പോഴും വായുവിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ശക്തിയോടെ അത് തൻ്റെ കവിളിൽ പതിയുമെന്ന് ഒരിക്കലും അലി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അലി പതുക്കെ ചുണ്ടിലും ചെവിയിലും ഒന്ന് തൊട്ടു നോക്കി. തൻ്റെ കയ്യിൽ പറ്റിയ രക്തം കണ്ട് അയാൾ നടുങ്ങി. ഇനി മേലിൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് സുഹ്റ നടന്ന് അകലുന്നത് നോക്കി അയാൾ ദേഷ്യത്തോടെ പല കണക്കുകൂട്ടലുകളും നടത്തി.
നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവില്ല മോളെ. ഇന്ന് എൻ്റെ കവളിൽ നിൻ്റെ കൈ പതിഞ്ഞിട്ടുണ്ടെങ്കിലേ നാളെ എങ്ങനെ നിന്നെ പൂട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ അലി തീരുമാനിക്കും. നീ നോക്കിക്കോ. സുഹറ അടുക്കളയിലേക്ക് ഓടുകയായിരുന്നു. തൻ്റെ കൈയും കാലുമൊക്കെ വിറക്കുന്നത് പോലെ. ചെയ്തു കഴിഞ്ഞാണ് ഞാൻ എന്താണ് ചെയ്തതെന്ന ബോധ്യം അവൾക്കുണ്ടാവുന്നത്. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തൻ്റെ അവസ്ഥ? ഞാൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കോ? അയാൾ ഈ കുടുംബത്തിലുള്ള ആളാണ്. ഞാനോ വെറും ഒരു വേലക്കാരി. പഠിച്ചോനെ. അടുക്കളയിലെത്തിയതും സുഹറ അവിടെ കണ്ട കസേരയിൽ തളർന്നിരുന്നു. അവളുടെ ശരീരഭയം കൊണ്ട് ചൂട് പിടിച്ചതുപോലെ തോന്നി. ആകെ വിയർത്തു കുളിച്ചു. നെഞ്ചിടിപ്പ് ഉച്ചത്തിലായിരുന്നു. അയാൾ ആരോടെങ്കിലും പറയുമോ എന്നായിരുന്നു അവളുടെ ഭയം. ആ നിമിഷം താൻ ചെയ്തത് തന്നെയായിരുന്നു ശരിയെന്ന് അവൾക്കറിയാമെങ്കിലും ഒരു ഭയം അവളെ വന്നു മൂടി. എന്താ എന്താ നിനക്ക് പറ്റി സൂറ? ആകെ വിയർത്ത് കുളിച്ചല്ല പെണ്ണെ. തളർച്ച തോന്നുന്നുണ്ടോ? ചിലപ്പോൾ പ്രഷർ വല്ലതും കുറഞ്ഞതാവും. നേരത്തിന് ഭക്ഷണം കഴിക്കാതെ ആ കുഞ്ഞിൻ്റെ കൂടെ ഓടുന്ന ജോലിയല്ലേ. ഞാൻ നാരങ്ങാ വെള്ളം ഉണ്ടാക്കി തരാം. സൂറയുടെ തളർച്ച കണ്ട് നെറ്റിയിലും മുഖത്തും തൊട്ടു നോക്കിയാണ് ഡെയ്സി ചേച്ചിയുടെ പറച്ചിൽ. ചില സമയങ്ങളിൽ ചേച്ചിയുടെ വാക്കുകളിൽ വാത്സല്യമാണ് ഉണ്ടാവുക. വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ ആരെങ്കിലും നമ്മളോട് സ്നേഹത്തിൽ പെരുമാറിയാൽ മനസ്സിലുള്ളതെല്ലാം അവരോട് പറഞ്ഞു പോകില്ലേ? അതേപോലെ സുഹറയും ഡെയ്സി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയതെല്ലാം പറഞ്ഞു തീർത്തു. എല്ലാം കേട്ടതും ഡെയ്സി ചേച്ചി അവളെ അടർത്തി മാറ്റി സുഹറയെ ആകെ മൊത്തം കണ്ണുകൾ കൊണ്ടുവന്ന് ഒഴിഞ്ഞു. തല താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹറയെ പിന്നെ കേൾക്കുന്നത് വളരെ ഉച്ചത്തിൽ പൊട്ടിച്ചിരിയാണ്. അവൾ തല ഉയർത്തി നോക്കിയതും ഡാൻസ് കളിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഡെയ്സി ചേച്ചിയാണ്. ദൈവമേ, ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ എനിക്കിവിടെ ആരുമില്ലേ? അയ്യോ പെണ്ണെ, ഇതിന് നീ കരയുന്നത് എന്തിനാ? സന്തോഷിക്കും മോളെ, സന്തോഷിക്കൂ. അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കിപ്പോൾ ഞാൻ എന്താ തരിക എൻ്റെ സന്തോഷത്തിന്? ദാ ഇതെടുത്തോ, ഈ ക്യാരറ്റ്. ഒരു മധുരമായിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പായസം ഉണ്ടാക്കാം. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ഡെയ്സി ചേച്ചിയുടെ കാട്ടിക്കൂട്ടൽ കണ്ട് സുഹറയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ഈ ചേച്ചിയുടെ ഒരു കാര്യം സുഹറ അടക്കി പിടിച്ചു. നിനക്കറിയാം മോളെ, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെയുള്ളവരെല്ലാം നല്ലതായിട്ടേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾ വരുന്നത് വരെ. ഒരു ദിവസം ഞാൻ കിടക്കാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ട് അയാൾ എൻ്റെ ബെഡിലിരിക്കുന്നു. ഞാൻ പേടിച്ചു പോയി. ഇന്നത്തെ ദിവസം അയാൾക്ക് കൂട്ടിക്കിടക്കുമോ എന്ന് ചോദിച്ചായിരുന്നു വന്നത്. പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന എന്നെ അയാൾ വന്ന് രണ്ട് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ചു. ആരും അറിയില്ല എന്ന ഉപദേശവും. ഭർത്താവ് മരിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ വികാരം വിലക്കെടുക്കാൻ വന്നതായിരുന്നു ആ ചെറ്റന്ന്. പക്ഷേ കൃത്യസമയത്ത് തന്നെ അവിടുത്തെ വലിയ മോനെ എൻ്റെ ഒരു ആവശ്യത്തിന് അടുക്കളയിൽ വന്നതാണ്. എൻ്റെ ശബ്ദം കേട്ട് ഓടി വന്ന് അയാളുടെ മുഖത്തിനിട്ട് രണ്ട് പൊട്ടിച്ചു. അമ്മാവനാണെന്നൊന്നും ആ കൊച്ചു നോക്കിയില്ല. പിന്നെ അലിയുടെ ശല്യം എനിക്ക് നേരെ നോട്ടം കൊണ്ടല്ലാതെ ഉണ്ടായിട്ടില്ല. നീ നേരിട്ട് തന്നെ പ്രതികരിച്ചത് കൊണ്ട് ഒരു പക്ഷേനെ അയാൾ നിൻ്റെ മുമ്പിൽ വരില്ല. അയാളുടെ മാനം പോകുന്ന കാര്യമായതുകൊണ്ട് ആരോടും പറയുകയില്ല. നീ പേടിക്കണ്ട. ഏതായാലും എൻ്റെ അതിശയം അങ്ങോട്ട് മാറുന്നില്ല. നിന്നെ കണ്ടാൽ പറയോ ഒരാളുടെ ചെവിക്കെല്ലാം അടിച്ച് പൊട്ടിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടെന്ന്? സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും ചെയ്തു പോകും ചേച്ചി. ഡെയ്സി ചേച്ചിയുടെ സംസാരം സുഹറയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. അഫിയും അസ്ലമും ബിസിനസ് ടൂറിൽ പോയതിൽ പിന്നെ സുഹറയുടെയും കുട്ടികളുടെയും കൂടെ തന്നെയാണ് ഡെയ്സി ചേച്ചി കിടക്കുന്നത്. അലിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ആണോ അഫി അങ്ങനെ ഒരു നിർദ്ദേശം വച്ചതെന്ന് സുഹറയ്ക്ക് സംശയമുണ്ടായിരുന്നു. അലി ആ വീട്ടിനുള്ളിൽ ഉണ്ടെങ്കിലും സുഹറ അയാളെ മെയിൻറ്റ് ചെയ്യാറേയില്ല. എന്നാലും അയാളുടെ കൂർത്ത നോട്ടങ്ങൾ തന്നെ തേടി വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടും പോയി കഴിഞ്ഞ് സുഹറ കുഞ്ഞിക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് മുറ്റത്ത് ഊഞ്ഞാലിൽ ഇരിക്കുകയായിരുന്നു. കുഞ്ഞ് ഫുഡ് കഴിക്കാൻ ഒരുപാട് പാടുപെട്ടു. അതിനിടയിൽ ഓളിക്കടിക്കുന്നുണ്ട്. സുഹറ ഫുഡും കൊടുക്കുന്നുണ്ട്. അടങ്ങിയിരിക്കുന്നേ ഇല്ല. അതിനിടയിലാണ് സുഹറക്കൊരു ഐഡിയ വന്നത്. കണ്ണു പൊത്തിയിരിക്കാം, എന്നിട്ട് കുഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. സുഹറ കയ്യിൽ ഓരോ ഉരുളയും എടുത്ത് കണ്ണടച്ചിരുന്നു. കുഞ്ഞ് അത് വന്ന് കഴിക്കാനും തുടങ്ങി. സുഹറ സങ്കടത്തോടെ വിഷമം അഭിനയിക്കുമ്പോൾ കുഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് സുഹറ കണ്ണടച്ച് നിന്നിട്ടും കുഞ്ഞ് വരുന്നത് കാണുന്നില്ല. സുഹറ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുഞ്ഞിയെ കാണാനില്ല. ഒരു നിമിഷം സുഹറ ഭയന്നു പോയി. കയ്യിലുള്ള പാത്രം അവിടെയുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ ആ മുറ്റത്തിലൂടെ മുഴുവൻ നടന്നിട്ടും കുഞ്ഞിയെ കണ്ടതേയില്ല. കുഞ്ഞി, മോളെ മോളെ കുഞ്ഞി, അല്ലാ എൻ്റെ മോള് കുഞ്ഞി. സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഹൃദയത്തിലൊരു ഭാരം വന്ന് നിറഞ്ഞതുപോലെ
കൈകാലുകൾ തളർന്നു തുടങ്ങി. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ കാക്കണേ. എവിടെ പോയി അത്? അഫീനെ ഒരാൾ വിശ്വസിച്ചാണ് കുട്ടിയെ ഏൽപ്പിച്ചു പോയത്. റബ്ബേ. അവൾ വീണ്ടും മുറ്റത്ത് കൂടെ ഓടി അകത്തേക്ക് പോയി. കാണുമെന്ന സംശയത്തോടെ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആണ് ഗേറ്റിനരികിൽ കുഞ്ഞിയുടെ ഭാവി കിടക്കുന്നത് കാണുന്നത്. വീട്ടിൽ നിന്നും ഒരുപാട് മാറിയാണ് ഗേറ്റുള്ളത്. അവിടേക്ക് ആരും പോകാറുമില്ല. ഒരു നിമിഷം ആലോചിച്ച് നിന്നുകൊണ്ട് സുഹ്റ അവിടേക്ക് ഓടി. നോക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. ആരാണ് റബ്ബേ ഈ ഗേറ്റ് തുറന്നിട്ടത്? ആരെങ്കിലും തുറന്നിടാതെ കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇത് തുറക്കാവില്ല. എനിക്ക് പോലും ആവില്ല, അത്രയും വലുതാണ്. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. സുഹ്റ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ആരുമില്ല, ആരും തന്നെയില്ല പുറത്ത്. വലതുവശത്തേക്ക് നോക്കിയപ്പോഴാണ് കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. സുഹ്റ സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കുഞ്ഞിയുടെ അടുത്തേക്ക് ഓടി. കുഞ്ഞി! സുഹ്റയുടെ വിളി കേട്ട് കുഞ്ഞ് തിരിഞ്ഞു നോക്കി. സുഹ്റയെ കണ്ടതും കുഞ്ഞ് ചിരിച്ചുകൊണ്ട് കൈകൊട്ടി. സുഹ്റ തൻ്റെ അരികിലേക്ക് വരുന്നു എന്ന് കണ്ടതും കുഞ്ഞ് റോഡിന് എതിർവശത്തേക്ക് ഓടാൻ തുടങ്ങി. കുഞ്ഞി! കുഞ്ഞി ഓടല്ലേ, ഞാൻ വരാം. പക്ഷേ സുഹ്റ പറഞ്ഞത് കേൾക്കാതെ കുഞ്ഞ് ഓടി. പെട്ടെന്ന് തന്നെ ഒരു കറുത്ത കാർ അവിടെ നിന്നും വരുന്നതാണ് സുഹ്റ കണ്ടത്. സുഹ്റ പേടിച്ചു പോയി. റോഡിൽ ഒരിക്കലും ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. കുഞ്ഞിയെ ആരും കാണുകയുമില്ല. പഠിച്ചോനെ, എൻ്റെ കുട്ടി. സുഹ്റ കുഞ്ഞിയെ പിടിക്കാൻ വേണ്ടി ഓടിയതും ആ കാർ കുഞ്ഞിയുടെ അടുത്തെത്തിയതും ഒരുമിച്ചായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്യണേ.